പോളിംഗ് ബൂത്തുകളെ ഗ്ലാമറാക്കി മണ്ണിലെ താരങ്ങളുടെ സാന്നിധ്യം. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും വോട്ട് ചെയ്യാൻ സിനിമാ മേഖലയിലെ മെഗാ സൂപ്പർ താരങ്ങൾ സമയം കണ്ടെത്തി. സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത് ചലച്ചിത്ര താരങ്ങൾക്ക് ജനാധിപത്യ കടമ മാത്രമാണെങ്കിൽ ആരാധകർക്ക് അതൊരു ഉത്സവമാണ്. പൊന്നുരുന്നി CKC-LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ മമ്മൂട്ടി ആരാധകരുടെ അകമ്പടിയോടെയാണ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. ചലച്ചിത്ര താരം ദിലീപ് ആലുവ കടത്തുകടവ് സാംസ്കാരിക കേന്ദ്രത്തിൽ സജ്ജീകരിച്ച പോളിംഗ് ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇന്ന് റിലീസാകുന്ന തന്റെ സിനിമയ്ക്കും വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയും ദിലീപ് നടത്തി. സമ്മതിദാനം രേഖപ്പെടുത്തി നിങ്ങളുടെയും വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പവി കെയർടേക്കർ ഇറങ്ങിയിട്ടുണ്ട്. 12-5 റിലീസാണ്. അവിടെ ഓരോ വോട്ട് തരിക. ഹരിശ്രീ അശോകൻ കാക്കനാട് ചെമ്പുമുക്ക് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ കണ്ടനാട് സെന്റ് മേരീസ് സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത്. അന്ന് ഷോക്കുണ്ട്. സമരക്കാർക്ക് ബുദ്ധികളാണെന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു, ഭരിക്കാൻ കഴിവുള്ളവരെ. പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ? തിരഞ്ഞെടുപ്പ് അംബാസിഡർ കൂടിയായ നടൻ ടൊവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തിരക്കഥാകൃത്തും സംവിധായകനുമായ രൺജി പണിക്കർ കടവന്ത്ര YMCA ഹാളിൽ വോട്ട് ചെയ്തു. ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടറായ നടി അന്നാരാജൻ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഷൂട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലായിരുന്നു, ആക്ച്വലി ശ്രീലങ്കയിലായിരുന്നു. അപ്പം ഇന്നലെ വൈകുന്നേരം വന്നു. അപ്പം ഇനി തിരിച്ചു പോകണം ശ്രീലങ്കയിലേക്ക്. അപ്പോൾ വോട്ടിന് വേണ്ടി മാത്രം വന്നതാണ്. ആലപ്പുഴയുടെ താരങ്ങൾ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവർ ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ജനം, കൊച്ചി.